ഹലോ ഗൈസ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ബോറടിച്ചിരുന്നപ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചത്. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. താഴെ കുറച്ച് അവക്കാഡോസ് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിത് പോയി ഷേക്ക് അടിച്ചാലോ? ഞാനാണ് ഷേക്ക് അടിക്കുന്നത്, അതുകൊണ്ട് തന്നെ വലിയ അടിപൊളിയായിരിക്കുന്നതെന്ന് വിചാരിക്കണ്ട. എന്നെക്കൊണ്ട് പറ്റുന്നതുകൊണ്ട് ഞാൻ അടിക്കാം. അപ്പോൾ ബാ, ലെറ്റ്സ് ഗോ. അപ്പം ഇതേ കേസ് നമുക്കിവിടെ 3 സുന്ദര കുട്ടന്മാരായ അവക്കാഡോസ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു തക്കുടു കുട്ടനെ സെലക്ട് ചെയ്യാം നമ്മുടെ ഷേക്ക് അടിക്കാനായിട്ട്. അപ്പോൾ ബാ ഗൈസ്, നമുക്കിത് വെച്ച് ഷേക്ക് അടിക്കാം. അങ്ങനെ നമ്മൾ ഷേക്ക് അടിക്കാൻ പ്ലാൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും കറണ്ട് പോയി ഗൈസ്. പുറത്താണെങ്കിൽ നല്ല മഴയും കറണ്ടും ഇല്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മല്ലയാ ഈ അവക്കാഡോ വെച്ചിട്ട്? അങ്ങനെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ കറണ്ടൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവക്കാഡോ കുട്ടനെ നമുക്കൊന്ന് കുളിപ്പിച്ചെടുത്താലോ ഷേക്ക് അടിക്കാനായിട്ട്? അങ്ങനെ ഇതേ നമ്മുടെ അവക്കാഡോ കുട്ടനെ ഇവിടെ കുളിച്ച് സുന്ദര കുട്ടപ്പനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ അങ്ങ് ഓപ്പറേഷൻ ചെയ്ത് ഷേക്ക് അടിക്കാം. അങ്ങനെ ഇതേ നമ്മുടെ അവക്കാഡോനെ ഞാൻ തട്ടി പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നല്ല കട്ട പാൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഗൈസ്, ഞാൻ ഈ പാല് കുറച്ച് നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കാൻ മറന്നു പോയായിരുന്നു. അതുകൊണ്ട് ഇത് ചുമ്മാ തട്ടിയാലൊന്നും വരില്ല. അതുകൊണ്ട് നമുക്ക് ഈ സ്പൂൺ വെച്ചൊന്ന് കുത്തി നോക്കാം. എവിടെ നിന്ന് ഇത് അനങ്ങുന്നു പോലും ഇല്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇതിന് അലക്കുന്നോടെ വരെ വെയിറ്റ് ചെയ്യണോ? കത്തി വെച്ച് കുത്തിയേ വരുമോ? ഇല്ല, കത്തി വളഞ്ഞു പോകും. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇപ്പോൾ വരുമോ നോക്കാം. ഇതിപ്പോൾ 1.5 മണിക്കൂറായി ഞാൻ ഇതുമായിട്ട് ഗുസ്തി പിടിക്കാൻ തുടങ്ങിയിട്ട്. ഇത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഞാൻ കത്തി വെച്ച് കുത്തി, സ്പൂൺ വെച്ച് കുത്തി, നോ രക്ഷ. ഇങ്ങനത്തെ കപ്പായതുകൊണ്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചാലും ഉള്ളിലേക്ക് ചൂടത്തില്ലല്ലോ. അതുകൊണ്ട് മൈ മിസ്റ്റേക്ക് ഗൈസ്, മൈ മിസ്റ്റേക്ക്. അങ്ങനെ എൻ്റെ കുറേ നേരത്തെ മൽപ്പിടുത്തത്തിനൊടുവിൽ വന്നു ഗൈസ്. പാലല്ല, കപ്പ് 2ആയി എൻ്റെ കയ്യിലേക്ക് വന്നു. ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ നമുക്കിനി ഇത് വല്ല ചൂടുവെള്ളത്തിലും കൊണ്ടുപോയി മുക്കി വെച്ചിട്ട് ഈ പാലിനെ ഒന്ന് അലിയിപ്പിച്ചെടുക്കാം ഗൈസ്. അല്ലാതെ ഇത് വരൂല. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ വെച്ച് സെറ്റാക്കി ഗൈസ്. അങ്ങനെ അത് വീണിരിക്കുന്നു, സക്സസ്ഫുള്ളി അത് വീണിരിക്കുന്നു ഗൈസ്. ഇനി നമുക്കിത് ഷേക്കാക്കാൻ പോയിട്ട്. അയ്യോ സോറി ഗൈസ്, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സ്വല്പം പഞ്ചസാര കൂടി ആവാം, ഷേക്കിന് അല്പം ടേസ്റ്റ് കൂടാൻ. ഇനി ഞാൻ ഇതിനകത്ത് 2 ഏലക്കയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ. അപ്പോൾ വായോ ഗൈസ്, നമുക്കിത് പോയി അടിച്ചെടുക്കാം. അപ്പോൾ ഇതേ ഗൈസ്, നമ്മുടെ ഷേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല തിക്കായിട്ടുള്ള ഷേക്കാണ് ഗൈസ്. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുറത്ത് നല്ല മഴ, നല്ല തണുത്ത ഷേക്ക്, പുറത്തെ വ്യൂ, ആഹാ അടിപൊളി. നിങ്ങളും വെറുതെ ഇരിക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.